Now the topic properties of Laplace transforms. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എലിമെൻ്ററി ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോംസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ഓരോ പ്രോപ്പർട്ടീസ് ഓരോ തിയറം ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ആ പ്രോപ്പർട്ടി എന്താണെന്ന് പറയുന്നു. പ്രൂഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സിലബസിൽ, എന്നാലും ചിലതിൻ്റെയൊക്കെ പ്രൂഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. The Laplace transform is a linear operation. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ലീനിയർ ഓപ്പറേഷൻ ആണ്. അതായത് രണ്ട് ഫംഗ്ഷൻസ് എടുത്താൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷന് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുന്നതും സെപ്പറേറ്റ് ചെയ്ത ലീനിയർ കോമ്പിനേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടിട്ട് ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നതും ഈക്വൽ ആണ്. ദറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a into f of t plus b into g of t ഈക്വൽ ടു a into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t plus b into ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് g of t. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡെഫിനേഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് പ്രൂഫ് നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a into f of t plus b into g of t ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി, നോട്ട് മൈനസ് ഇൻഫിനിറ്റി, മൈനസ് ഇല്ല, 0 to ഇൻഫിനിറ്റി e raised to minus st into a into f of t plus b into g of t dt. ഓക്കെ, ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അല്ലെ ഇൻ്റഗ്രലിനെ. അപ്പോൾ നമുക്ക് a ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus st into f of t dt പ്ലസ് b ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus st into g of t dt. ഇത് ബൈ ദ ഡെഫിനേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം a ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f of t ആൻഡ് ദിസ് ഇസ് b ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് g of t. സോ നമ്മൾ പറഞ്ഞു ലാപ്ലേസ് ട്രാൻസ്ഫോം ഈസ് എ ലീനിയർ ഓപ്പറേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് നോക്കാം. ഇഫ് L of f of t ഈക്വൽ ടു ക്യാപിറ്റൽ F of s, then L of e raised to at f of t ഈക്വൽ ടു f of s minus a, where s minus a is greater than k for some k. നമുക്ക് f of tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ F of s ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടിയുടെയും ഇ റേസ് ടു 18 എന്ന് പറഞ്ഞ ഈ പ്രോഡക്റ്റ് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. അതായത് എസിനെ മാറ്റിയിട്ട് അവിടെ എസ് മൈനസ് എനെ ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, എൽ ഓഫ് ഇ റേസ് ടു 80 എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ. ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ പ്രൂഫ് ഒന്നും അറിഞ്ഞു വെക്കുക. ബൈ ദ ഡെഫിനേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എൽ ഓഫ് ഇ റേസ് ടു 80 എഫ് ഓഫ് ടീനെ എങ്ങനെ എഴുതാം? ബൈ ദ ഡെഫിനേഷൻ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഇ റേസ് ടു 80 എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് അഡീഷൻ എക്സ്പോണൻഷ്യൽ അഡീഷൻ റൂൾ എക്സ്പോണൻഷ്യൽ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാം. ഇനി ഈ എസ് മൈനസ് എനെ ഞാൻ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ആർ ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് എഴുതാമല്ലോ. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഇതെന്താ? ബൈ ദ ഡെഫിനേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇറ്റ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. ക്യാപിറ്റൽ എഫ് ഓഫ് ആർ, അതായത് ഇവിടെ എസ് ആയിരുന്നപ്പം ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ടി ആകുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് എഴുതും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ എഫ് ഓഫ് ആർ ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ആർ റീപ്ലേസ് ചെയ്യുക എസ് മൈനസ് എ കൊണ്ട്. സോ എഫ് ഓഫ് എസ് മൈനസ് എ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞത് ഇതാണ്, എൽ ഓഫ് ഇ റേസ് ടു 80 എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസിന് പകരം എസ് മൈനസ് എയെ റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, ഓർത്ത് വെക്കുക, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പ്രോബ്ലംസിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. നമുക്ക് ടി പവർ എന്നിൻ്റെ ജസ്റ്റ് ആ ഒരു ഈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് കുറച്ച് ഫംഗ്ഷൻസിനെ എഴുതിയിരിക്കുന്നതാണ്. സോ നമുക്ക് എന്തറിയാം, ടി പവർ എന്നിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ നമുക്കറിയാം. എൽ ഓഫ് ടി പവർ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആണെന്നറിയാം. അപ്പോൾ ടി റേസ് ടു എന്നിൻ്റെ കൂടെ ഇ റേസ് ടു 80 പ്രോഡക്റ്റ് ആയിട്ട് വന്നാൽ ഇ റേസ് ടു 80 ഇൻറ്റു ടി പവർ എന്നിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഈ എസിന് പകരം ആർ ഇൻസേർട്ട് ചെയ്താൽ മതി, എസ് മൈനസ് എ ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യാം എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ദ ഹോൾ പവർ എൻ പ്ലസ് 1. ഓക്കെ, ഇനി അടുത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു 80 ഇൻറ്റു സൈൻ ബി ടി. നമുക്കറിയാം എൽ ഓഫ് സൈൻ ബി ടി എന്താണ്? ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്, സോറി ബി സ്ക്വയർ ആണ്. ഓക്കെ, ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ റേസ് ടു 80 ഇൻറ്റു സൈൻ ബി ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ എസിന് പകരം എസ് മൈനസ് എ കൊണ്ട് റീപ്ലേസ് ചെയ്യാം.
അപ്പോൾ നമുക്ക് കിട്ടുന്നത് ബി ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതുപോലെ തന്നെ കോസ് ബീറ്റയുടെതെന്ന് വെച്ചാൽ കോസ് ബീറ്റയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സോ ഇവിടെ നമ്മൾ എസിന് പകരം എസ് മൈനസ് എ വെച്ച് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് മൈനസ് എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ ഈ രണ്ട് ഫംഗ്ഷനിലും ചെയ്യാം. എൽ ഓഫ് ഇ റീസ് ടു ഇ ടി സൈൻ എച്ച് ബി ടി ബി ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് മറ്റേത് കിട്ടുന്നത് ബി ഡിവൈഡ് സൈൻ എച്ച് ബി ടിയുടെ കിട്ടുന്നത് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. കോസ് എച്ച് ബി ടി എന്ന് പറഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇ റീസ് ടു ഇ ടി പ്രോഡക്റ്റ് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? എസിനെ എസ് മൈനസ് എ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ഡെഫിനിഷൻ പറയാണ്. അടുത്ത രണ്ട് തിയറത്തിന് അത് ആവശ്യമുള്ളതുകൊണ്ടാണ്. ദ ഫംഗ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി പീസ് വൈസ് കണ്ടിന്യൂസ് on an interval alpha less than or equal to t less than or equal to beta if the interval can be partitioned by a finite number of points alpha equal to t naught less than t1 less than etc less than tn equal to beta, so that f is continuous on each open interval ti minus 1 less than t less than ti if approaches a finite limit as the endpoints of each subinterval are approached from within the interval. അതായത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഒരു തന്നിരിക്കുന്ന ഒരു ഇൻ്റർവെൽ, അതായത് ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ തന്നിട്ടുണ്ട് നമുക്ക്. ആ ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് എന്നെപ്പോഴാണ് പറയാമെന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ആൽഫ ബീറ്റേനെ പാർട്ടീഷൻ ചെയ്യും. ഓക്കെ, ആൽഫ ഈക്വൽ ടു ടി നോട്ട് ലെസ് ദാൻ, അതായത് ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഇൻ്റർവെൽ ഇതാണെങ്കിൽ നമ്മളിതിനെ പാർട്ടീഷൻ ചെയ്യും. ഈ ആൽഫേനെ നമ്മൾ ടി നോട്ടിന് കൊടുത്തു. ഇവിടെ നമ്മൾ T1 T2 T3 അങ്ങനെ എക്സെട്ര അപ് ടു നമ്മൾ n സബ് ഇൻ്റർവെൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈ ഒരു സബ് ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെ എല്ലാ സബ് ഇൻ്റർവെൽസിൻ്റെ ഉള്ളിലും അതെന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഓപ്പൺ സബ് ഇൻ്റർവെലിനുള്ളിൽ കണ്ടിന്യൂസ് ആയാൽ മതി, ക്ലോസ്ഡ് ആവണമെന്നില്ല. അതായത് ti മൈനസ് 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ti എന്ന് പറയുന്ന ഓപ്പൺ സബ് ഇൻ്റർവെല്ലിൽ അതെന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ എൻ പോയിന്റ്സിലെ ലിമിറ്റ്, അതായത് കണ്ടിന്യൂറ്റി പറയുമ്പോൾ നമ്മൾ ലിമിറ്റ് ഫംഗ്ഷനും കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷനും ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആവണം അല്ലേ? അതുപോലെ തന്നെ ഈ എൻ പോയിന്റ്സിൻ്റെ ഇവിടെയുള്ള ഫംഗ്ഷൻ വാല്യൂ, അതായത് ഇവിടെയുള്ള പോയിന്റ്സിൻ്റെ ഒക്കെ ലിമിറ്റ് സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ എൻ പോയിന്റ്സ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം നമ്മൾ ഫംഗ്ഷനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എൻ പോയിന്റിൽ നിന്ന് നമ്മൾ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ ഇൻ്റർവെലിൻ്റെ ഉള്ളിലെ ലിമിറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. അങ്ങനെ ഈ രണ്ട് കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും എഫ് എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് തിയറം ആണ് എക്സിസ്റ്റൻസ് തിയറം ഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോംസിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് എഫ് ഓഫ് ടി ബി എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ എവറി ഫൈനൈറ്റ് ഇൻ്റർവൽ in the range t greater than or equal to 0 and satisfies modulus of f of t is less than or equal to m into e raised to kt for t greater than or equal to k. For some real constants m, k and k, then the Laplace transform L of f equal to capital F of is equal to integral 0 to infinity e raised to minus st f of t dt exists for all s greater than k. അതായത് നമുക്കൊരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്. എഫ് ഓഫ് ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് നമുക്കൊരു ഫൈനൈറ്റ് ഇൻ്റർവൽ എടുത്താൽ അവിടെ പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. കണ്ടിന്യൂറ്റി നിർബന്ധമില്ല, ഓരോ സബ് ഇൻ്റർവെല്ലിലും കണ്ടിന്യൂസ് ആയാൽ മതി എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഈ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നതിൻ്റെ മോഡുലസ് വാല്യൂ ഇസ് ബൗണ്ടഡ് ബൈ ദ ഫംഗ്ഷൻ എം ഇൻറ്റു ഇ റേസ് ടു കെ ടി ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഒരു ടി, അതായത് നമ്മൾ ഈ ടി ഡിഫൈൻ ചെയ്യുന്നത് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിനാണെന്ന് പറഞ്ഞു. ആ നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സിൽ കെ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിന് അപ്പുറത്തേക്ക് നമുക്ക് ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മോഡുലസ് വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷനാൽ ബൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എന്ന് പറയുന്നത് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ക്യാപിറ്റൽ എഫ് ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇ റേസ് ടു കെ ടി. ഈ കെ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. അതുപോലെ തന്നെ ഈ ഒരു ടി കെ എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ്. ഈ എം എന്ന് പറയുന്നത് ഒരു എം ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന റിയൽ നമ്പറാണ്. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി തിയറം നമ്പർ 4, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി.
നമ്മളിനി ഒരു പെർട്ടിക്കുലർ എഫ് ഓഫ് ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് പറയുന്നത്. നമുക്ക് നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് എഫ് ഡാഷ് ഈസ് പീസ്വൈസ് കണ്ടിന്യൂസ് ഓൺ എവറി ഫൈനൈറ്റ് ഇന്റർവൽ ഇൻ ദ റേഞ്ച് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Suppose further that there exist a real constants k, m and k such that modulus of f of t is less than or equal to m into e raised to kt for all t greater than or equal to k. Then the Laplace transform of f dash of t exists then when s greater than k and L of f dash of t equal to s into L of f minus f of 0. ഇവിടെ നമുക്ക് ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, എഫ് ഡാഷ് എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. എഫ് ഡാഷ് എന്ന് പറയുന്നത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം കൂടെ സപ്പോസ് ചെയ്യാം. ഇങ്ങനൊരു കണ്ടീഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ സപ്പോസ് ചെയ്യാം. സപ്പോസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇ റേസ്ഡ് ടു കെ ടി ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ നമുക്ക് എഫിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് കാരണം ഇവിടെ നമ്മൾ പറയുന്നത് എഫിന് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് ടി, അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് L of f dash of t equal to s into L of f minus f of 0. Okay, L of f dash of t equal to s into L of f minus f of 0. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് പറയുന്നു. കാരണം ഇതിന് രണ്ടിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണിത്. ഇനി ഇവിടെ നമ്മൾ എഫ് ഡാഷ് ഓഫ് ടിക്ക് പകരം, അതായത് എഫിന് പകരം നമ്മൾ എഫ് ഡാഷ് ഓഫ് ടി ആണ് എടുത്തതെങ്കിൽ നമുക്ക് ഇതേ ഒരു റിസൾട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും L of f double dash equal to s square into L of f minus f into f of 0 minus f dash of 0. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. എഫ് ഡാഷിൻ്റെ കേസിൽ ഇവിടെ എഫിന് പകരം എഫ് ഡാഷ് എടുക്കാം. എഫ് ഈക്വൽ ടു എഫ് ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ L of f dash of t equal to s into L of f dash minus f dash of 0 എന്ന് വരാം. അപ്പോൾ വീണ്ടും L of f ഡാഷിൻ്റെ വീണ്ടും എഗെയിൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എസ് ഇൻറ്റു, അത് ബ്രാക്കറ്റിലുണ്ട് പുറത്തുണ്ട്, എസ് ഇൻറ്റു L of f മൈനസ് എഫ് ഓഫ് 0 എന്ന് ഇവിടെ വരും. ഓക്കെ, അതുപോലെ തന്നെ അതുപോലെ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എഫ് ഡബിൾ ഡാഷ്, എഫിന് പകരം എഫ് ഡബിൾ ഡാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ L of f ട്രിപ്പിൾ ഡാഷ് ഈക്വൽ ടു എസ് ക്യൂബ് ഇൻറ്റു L of f മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 മൈനസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് കിട്ടും. ഓക്കെ, ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്കിനി എത്ര വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഈ റിസൾട്ടുകളൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണല്ലേ. ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞു, സെക്കൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞു, തേർഡ് ഡെറിവേറ്റീവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തേർഡ് ഡെറിവേറ്റീവിനെയും പറയാം. അതൊരു ജനറൽ കേസായിട്ട് നമ്മൾ പറയുകയാണ്. അതാണ് പ്രോപ്പർട്ടി 5 ആയിട്ട് നമ്മൾ പറയുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എനി ഓർഡർ n. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജനറലായിട്ട് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. സപ്പോസ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ടി, എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി, n minus 1th derivative of f of t are continuous and the derivative f power n of t is be piecewise continuous on every finite interval in the range t greater than or equal to 0. Suppose further that there exist a real constants k, m and k such that modulus of f of t is less than or equal to m into e raised to kt and f dash of t is less than or equal to m into e raised to kt and f power n minus 1 of t is less than or equal to m into e raised to kt for all t greater than or equal to k. Then the Laplace transform of f power n of t exists when s greater than k and L of f power n of t equal to s power n into L of f of t minus s power n minus 1 into f of 0 minus s power n minus 2 into f dash of 0 minus etc. up to minus f power n minus 1 of 0. ഇപ്പം നമ്മൾ പറയുന്നത് ഒരു ജനറൽ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെയാണ് അതിൻ്റെ nth ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കാണാമെന്നാണ് ചോദിക്കുന്നത് അല്ലേ, എങ്ങനെ കാണാമെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ n-1th ഡെറിവേറ്റീവ് വരെ കണ്ടിന്യൂറ്റി ഉണ്ട്, പക്ഷേ nth ഡെറിവേറ്റീവിന് മാത്രം പീസ് വൈസ് കണ്ടിന്യൂസ് ആണുള്ളത്. അങ്ങനെ ഉണ്ടായാൽ മതി, അതിന് കണ്ടിന്യൂറ്റി നിർബന്ധമില്ല. ഓക്കെ,
ഇനി സപ്പോസ് ഫർദർ ദാറ്റ് ദർ എക്സിസ്റ്റ്, ഇനി ഇങ്ങനൊരു കണ്ടീഷൻ എഫ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എഫ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എഫ് ഡാഷ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, എഫ് പവർ n മൈനസ് 1 ഓഫ് ടിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. എഫും അതിൻ്റെ n മൈനസ് 1th ഡെറിവേറ്റീവും വരെയുള്ള ഫംഗ്ഷൻസ് ഈ ഒരു കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എഫ് ഡാഷിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ n മൈനസ് 1th പവറിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടേംസിൽ നമുക്ക് nth ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് then the Laplace transform of f power n of t exists when s greater than k. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? L of nth ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. L of f power n of t equal to s power n into L of f of t minus s power n minus 1 into f of 0 minus s power n minus 2 into f dash of 0 minus etc. up to minus f power n minus 1 of 0. ഓക്കെ, ഈ കേസാണ് തൊട്ട് മുകളിൽ പറഞ്ഞത്. അത് നമ്മൾ ഒരു ഡെറിവേറ്റീവിൻ്റെ, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിലും സെക്കൻഡ് ഡെറിവേറ്റീവിലും തേർഡ് ഡെറിവേറ്റീവിലും മാത്രമേ പറഞ്ഞുള്ളൂ. ഇൻ ജനറൽ nth ഡെറിവേറ്റീവിന് നമ്മളിത് പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് തിയറം നമ്പർ 6, അതായത് പ്രോപ്പർട്ടി 6, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി. ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതാണ് പറയുന്നത്. ലെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ബി ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. If f of t is piecewise continuous and satisfies modulus of f of t is less than or equal to m into e raised to k t for all t greater than or equal to k, and for some constants m, k and capital K, then Laplace transform of integral 0 to t f of u du equal to 1 by s into capital F of s, s greater than 0 and s greater than t. Okay, Laplace transform of the integral f of t. ഇനി നമുക്ക് എഫ് ഓഫ് ടി എന്ന് പറയുന്നതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ എഫ് ഓഫ് ടി പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്, അതുപോലെ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് യു ഡി യു, അതായത് നമ്മളുടെ ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഡി യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒറിജിനൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിവൈഡഡ് ബൈ എസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. നമുക്ക് പ്രോബ്ലംസിൽ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രോപ്പർട്ടീസാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പ്രോപ്പർട്ടീസ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ളത്. ഡെറിവേറ്റീവിൻ്റെയും ഇൻ്റഗ്രേഷൻ്റെയും പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് വരുന്നത്, പ്രോബ്ലംസിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.